വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 മത്സരത്തിൽ ഇന്ത്യ വീണ്ടും അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. 37 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇംഗ്ലണ്ട് 9 വിക്കറ്റിൻ്റെ അത്യുജ്വല വിജയം നേടുന്നത്. 5 മത്സരങ്ങളിലെ ഒരു മത്സരം മഴ മൂലം തടസ്സമായപ്പോൾ ബാക്കി 4-ൽ 3 വിജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നത്തെ വിജയത്തോടെ ഇനി ഒരു മത്സരം മാത്രമാണ് ശേഷിക്കുന്നത്. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് അയർലൻഡുമായിട്ടുള്ള പരമ്പര 2-0 പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയും പരമ്പര നഷ്ടമാകുന്നു ഇന്നത്തെ പരാജയത്തോടെ. വേൾഡ് ചാമ്പ്യന്മാരാണ് ഇത്ര ദയനീയമായി തുടരെ പരമ്പരകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ടോസ് ലഭിച്ച ഇന്ത്യ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒഴികെ മറ്റാർക്കും തന്നെ തിളങ്ങാൻ കഴിയാതെ പോയ മത്സരമാണ് ഇന്ന്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇന്ന് പുറത്താകാതെ 49 പന്തുകളിൽ നിന്ന് 4 സിക്സും 5 ഫോറും അടക്കം 80 റൺസാണ് നേടിയത്. 20 ഓവറിൽ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയ ടോട്ടൽ സ്കോർ 158. ആ 158 റൺസാണ് ഇംഗ്ലണ്ട് പുഷ്പം പോലെ ചേസ് ചെയ്ത് വിജയിച്ചു കയറുന്നത്. അതും 37 പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട്. ഫിൽ സാൾട്ട് 59 റൺസും ഹാരി ബ്രൂക്ക് 79 റൺസും നേടിക്കൊണ്ടാണ് ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് നയിച്ചത്. ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യൻ ബൗളർമാർക്ക് നേടാനായത്. 35 പന്തുകളിൽ നിന്നാണ് ഹാരി ബ്രൂക്ക് 79 റൺസ് നേടിയത്. 4 സിക്സും 8 ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. ഹാരി ബ്രൂക്ക് തന്നെയാണ് ഇന്നത്തെ കളിയിലെ ക്യാമനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ബാറ്റർമാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇംഗ്ലീഷ് ബാറ്റർമാർ കളത്തിൽ കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇംഗ്ലണ്ടിന് വേണ്ടി ബൗളിങ്ങിൽ മികച്ച പ്രകടനമാണ് ആർച്ചറും ജോഷും കാഴ്ചവെച്ചത്. 20 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 ഓവറിൽ 2 വിക്കറ്റുകളാണ് ആർച്ചർ നേടിയത്. 36 റൺസ് വിട്ടുകൊടുത്ത് ജോഷും 2 വിക്കറ്റുകൾ കരസ്ഥമാക്കി. വിൽ ജാക്സ് 28 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. സാം കരന് വിക്കറ്റൊന്നും നേടാനായില്ലെങ്കിലും 4 ഓവറിൽ വെറും 24 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 2 മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. തിലക് വർമ്മയെ മാറ്റി സഞ്ജു സാംസനെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഹർഷിത് റാണയെ മാറ്റി മറ്റൊരു ഓൾറൗണ്ടർ ഒന്നിരിക്കൽ സൂര്യൻ ഷഡ്ഗെയോ അതല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. ഹർഷിത് റാണയെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തി 1 ഓവർ ബൗൾ ചെയ്ത വാഷിംഗ്ടൺ സുന്ദർ വിട്ടുകൊടുത്തത് 19 റൺസാണ്. ബാറ്റിങ്ങിൽ വാഷിംഗ്ടൺ സുന്ദർ നേടിയത് 5 റൺസുമാണ്. എന്താണ് ആ മാറ്റം കൊണ്ട് ഇന്ത്യ നേടിയത്? മാറ്റേണ്ടവരെ മാറ്റാതെ ഉൾപ്പെടുത്തേണ്ടവരെ ഉൾപ്പെടുത്താതെ എങ്ങനെ ഇന്ത്യൻ ടീമിന് വിജയിക്കാനാകും? സഞ്ജു സാംസനെ ഇന്ന് നിർബന്ധമായി ഉൾപ്പെടുത്തുമെന്ന് അവസാനം വരെ പ്രതീക്ഷിച്ചതാണ്. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത് അജിത് അഗാർക്കറുടെ ഇടപെടൽ തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ആരോടുള്ള വാശിക്കാണ് ഈ പൊളിറ്റിക്സ് കൊണ്ട് എത്ര കാലം നിങ്ങൾ കഴിവുള്ള കളിക്കാരെ പുറത്തിരുത്തും? ഒരു രാജ്യത്തിന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ഒരു ഹീറോയെയാണ് നിങ്ങളുടെ പൊളിറ്റിക്സിൻ്റെ പേരിൽ തടഞ്ഞു വെക്കുന്നത്. വെറും 3 ഇന്നിങ്സിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ ഒരു ഇന്നിങ്സിൽ മഴ മൂലം റിസൾട്ട് ഇല്ലാതെ പോയ മത്സരമാണ്. എന്നിട്ടും എന്തിനീ അനീതി എന്ന് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചോദ്യം ന്യായമാണ്. മുൻകാല ക്രിക്കറ്റർമാർ ശ്രീകാന്ത് വരെ വീരേന്ദ്ര സെവാഗ് വരെ സഞ്ജു സാംസനെ മാറ്റി നിർത്തുന്നതിലെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിച്ചതാണ്. തിലകിനെ മാറ്റി സഞ്ജു സാംസനെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതൊന്നും ചെവി കൊള്ളാൻ കോച്ചിനോ ക്യാപ്റ്റനോ സെലക്ടർമാർക്കോ സമയമില്ലാതെ പോകുന്നു. ഇന്ത്യ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. വൈഭവ് സൂര്യവംശിക്ക് അവസരം കൊടുത്തതിൽ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ വൈഭവ് സൂര്യവംശിയും ഇപ്പോൾ 3 മത്സരങ്ങൾ കളിച്ച് 15-ന് മുകളിലേക്ക് സ്കോർ ചെയ്തിട്ടില്ല. സത്യത്തിൽ വൈഭവ് സൂര്യവംശി ഓപ്പണിങ്ങിൽ വന്നതോടുകൂടി അഭിഷേക് ശർമ്മയുടെ കളി കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. വൈഭവ് സൂര്യവംശി വന്നതിന് ശേഷം നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ടില്ല. അതിനു മുമ്പ് ഒരു 44ഉം ഒരു 50 നേടി കത്തി നിൽക്കുകയായിരുന്നു അഭിഷേക് ശർമ്മ. സൂര്യവംശിയുടെ വരവോടുകൂടി അതും നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. സമീപനങ്ങളിൽ മാറ്റങ്ങളില്ലാതെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ മത്സരം. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കോച്ചിനും ക്യാപ്റ്റനും ടീം മാനേജ്മെൻറ്റിനും കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.